കുവൈറ്റിലെ ഇറാൻ ആക്രമണത്തിൽ മരിച്ചത് ഇന്ത്യക്കാരൻ എന്നുള്ള കാര്യം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു. 56 പേർക്കാണ് ഈ ആക്രമണത്തിൽ പരിക്കേറ്റത്. കുവൈറ്റിൽ നയതന്ത്ര മിഷൻ ഓഫീസുകളും ആക്രമിക്കപ്പെട്ടു. മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട്. മുഹമ്മദ് റഹീസ്, ഈ ഇന്ത്യൻ എംബസി ഇതിപ്പോൾ സ്ഥിരീകരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ മുഹമ്മദ് റഹീസ്? ഉന്മേഷ്, കഴിഞ്ഞ സമയം നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു മരണമുണ്ട് എന്ന് സ്ഥിരീകരിക്കുമ്പോൾ തന്നെ അത് ഇന്ത്യക്കാരനാണ് എന്നുള്ള അഭ്യൂഹം ഉണ്ടായിരുന്നു. കാരണം ഈ പരിക്കേറ്റവരിൽ 6 ഇന്ത്യക്കാരുണ്ട്. അതിൽ ഗുരുതരമായി പരിക്കേറ്റവരിലും ഇന്ത്യക്കാരുണ്ട് എന്നുള്ള സൂചനകൾ ലഭിച്ചിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ എന്തായാലും ഇന്ത്യൻ എംബസി തന്നെ സ്ഥിരീകരിച്ച് പറയുകയാണ് കൊല്ലപ്പെട്ടത് ഇന്ത്യക്കാരനാണ്. ഇറാന്റെ കുവൈറ്റ് എയർപോർട്ട് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇന്ത്യക്കാരനാണ് എന്ന് ഇന്ത്യൻ എംബസി വ്യക്തമാക്കുന്നു. ഇന്ത്യൻ എംബസി ഒരു ഔദ്യോഗികമായിട്ടുള്ള കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. ഈ ഇന്ത്യൻ പൗരൻ ദാരുണമായി കൊല്ലപ്പെട്ട സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നുണ്ട്. ഒപ്പം തന്നെ മരിച്ച വ്യക്തിയുടെ കുടുംബാംഗങ്ങളുമായി എംബസി നിരന്തരം ബന്ധം പുലർത്തുന്നുണ്ട്. കുടുംബത്തിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും പിന്തുണയും ലഭ്യമാക്കുന്നതിന് കുവൈറ്റ് അധികൃതരുമായി സഹകരിച്ചു വരികയാണെന്നും എംബസി അറിയിച്ചു. ഈ എംബസിയുടെ പ്രതിനിധികൾ പല ആശുപത്രികളിലും ഉണ്ട്. ഏതാണ്ട് നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 5 ആശുപത്രികളിലായാണ് ഈ പരിക്കേറ്റവർ ചികിത്സയിലുള്ളത്. അപ്പോൾ ആ നിലയ്ക്ക് ഓരോ ആശുപത്രികളിലും എംബസിയുടെ സഹായം നിലവിൽ എത്തുന്നുണ്ട്. കാരണം ആ പരിക്കേറ്റവരിലും സാരമായി പരിക്കേറ്റവരിലും ഒക്കെ ഇന്ത്യക്കാരുണ്ട് എന്നുള്ളതാണ് അനൌദ്യോഗികമായി വരുന്ന വിവരം. അപ്പോൾ അത്തരത്തിൽ അവർക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്യാൻ എംബസി അധികൃതർ ഓരോ ആശുപത്രികളിലും ഉണ്ട്. എന്തായാലും ഈ കൊല്ലപ്പെട്ട ആളുടെ ഈ സംസ്ഥാനം ഏതാണ് എന്നുള്ളത് വ്യക്തമായിട്ടില്ല. സ്വാഭാവികമായിട്ടും അതിന്റെ അവസാന ഘട്ടത്തിൽ മാത്രമേ ഏതാണ്ട് പൂർണ്ണമായ ആ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. അപ്പോൾ ഈ സമയം കൊല്ലപ്പെട്ടത് എന്തായാലും ഇന്ത്യക്കാരനാണ് എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. ഇനി അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ എയർപോർട്ട് ജീവനക്കാരനായിരുന്നോ അതോ അദ്ദേഹം പാസഞ്ചർ ആയിരുന്നോ എന്നുള്ള വിവരം കൂടിയൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. കാരണം ടെർമിനൽ 1-ന് നേർക്കാണ് ആക്രമണം ഉണ്ടായത്. ഭാഗികമായി ഈ എയർപോർട്ടിന്റെ പ്രവർത്തനങ്ങൾ ഒക്കെയും വീണ്ടും തുടങ്ങിയിട്ടുണ്ടെങ്കിലും ടെർമിനൽ 1-ന്റെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. ടെർമിനൽ 4-ന്റെ പ്രവർത്തനം മാത്രമാണ് തുടങ്ങിയിട്ടുള്ളത്. അത് തന്നെ പ്രധാനമായിട്ടും ഈ കുവൈറ്റ് എയർവേസ് ഒക്കെ ആണ് ഈ ടെർമിനൽ 4-ൽ നിന്ന് സർവീസ് നടത്തുന്നത്. അപ്പോൾ അത്തരത്തിൽ ചില സർവീസുകൾ മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ. എയർപോർട്ട് പൂർണ്ണമായും പെട്ടെന്ന് അടച്ചിടുക എന്നതിനപ്പുറത്തേക്ക് ഈ കുവൈറ്റ് എയർവേസ് ഒക്കെയും സർവീസ് നടത്തുന്നുണ്ട്. പക്ഷേ അതിനപ്പുറം 1-ാം ടെർമിനലടക്കം ഇപ്പോഴും അവിടെയൊക്കെയും വലിയ നാശനഷ്ടം ഉണ്ടായതാണ് റിപ്പോർട്ടുകൾ ഉള്ളത്. എന്തായാലും ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അതീവ ദുഃഖകരമായിട്ടുള്ള സംഭവമാണ്. കൊല്ലപ്പെട്ട ഒരാൾ അത് ഇന്ത്യക്കാരനാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇനിയും 5-6 പേർ ഏതാണ്ട് സാരമായി പരിക്കുകളോടെ, ഗുരുതരമായ പരിക്കുകൾ എന്ന് പറയാൻ കഴിയുന്ന തരത്തിൽ തന്നെ ചികിത്സയിൽ തുടരുന്നുണ്ട്. അതിൽ ഇന്ത്യക്കാരുണ്ടോ അല്ലെങ്കിൽ അവർ ഏത് സ്ഥലത്തു നിന്നുള്ളവരാണ്, ഏത് രാജ്യക്കാരാണ് എന്നതിൽ ഒരു പൂർണ്ണമായ വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷെ എന്നാലും ഈ 5 ആശുപത്രികളിലും ഇന്ത്യക്കാരുൾപ്പെടെയാണ് ചികിത്സയിൽ ഉള്ളത് എന്ന് ഏതാണ്ട് ഈ ഘട്ടത്തിൽ ഉറപ്പിച്ചു പറയാൻ കഴിയും. സ്വാഭാവികമായിട്ടും ഇനി സംസ്ഥാനം അടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും അതിദാരുണമായിട്ടുള്ള സംഭവം. അതീവ ജാഗ്രതയോടുകൂടി ഓരോ ഗൾഫ് രാജ്യങ്ങളും മുന്നോട്ട് പോകുന്നുണ്ട്. അതനുസരിച്ച് ഓരോ ഭരണാധികാരികളും ആശയവിനിമയം നടത്തുന്നു. ലോകത്തുള്ള പല പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെയും ഭരണാധികാരികൾ ഈ ഗൾഫ് മേഖലയിലെ ഭരണാധികാരികളുമായൊക്കെയും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. എന്തായാലും ആ രാവിലെ ഉണ്ടായ ആക്രമണത്തിന് ശേഷം തുടരാക്രമണങ്ങളൊക്കെയും പ്രതീക്ഷിച്ചിരുന്നു. അത് നേരത്തെ ആദ്യ ഘട്ടത്തിലൊക്കെയും ഉണ്ടായ ആക്രമണം പോലെ പെട്ടെന്ന് വ്യാപിക്കുമെന്ന് കരുതിയെങ്കിലും നിലവിൽ ഇന്ന് കുവൈറ്റിലും ഒപ്പം തന്നെ ബഹ്റൈനിലുമാണ് ആക്രമണം ഉണ്ടായത്. എന്നാൽ ബഹ്റൈനിൽ വലിയ സാരമായിട്ടുള്ള ആക്രമണം ഉണ്ടായില്ല. പക്ഷെ കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ 3 മാസക്കാലം ഉണ്ടായ ആക്രമണങ്ങളിൽ വെച്ച് ഏറ്റവും ഗുരുതരമായ, ഏറ്റവും രൂക്ഷമായ, തീവ്രമായ ആക്രമണമാണ് ഇന്ന് കുവൈറ്റിന് നേരിടേണ്ടി വന്നത്. നിർഭാഗ്യവശാൽ അതിൽ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരു ഇന്ത്യക്കാരനുമാണ്. ഉന്മേഷ്, ഇപ്പോൾ ഈ ആക്രമണത്തിൽ പരിക്കേറ്റവരുണ്ടല്ലോ, അവരൊക്കെ ഈ അവിടെ ജീവനക്കാരായി ഉണ്ടായിരുന്നവരാണ്, യാത്രക്കാരായി ഉണ്ടായിരുന്നവരാണ്, അതൊക്കെ അറിയേണ്ടതുണ്ടല്ലോ. ഈ പരിക്കേറ്റവരിൽ ഇന്ത്യക്കാരുമുണ്ടല്ലോ, അതിൻ്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾ എപ്പോൾ അറിയാൻ കഴിയും മുഹമ്മദ് റഹീസ്? ഉന്മേഷ്, ഇതിൽ ഏതാണ്ട് 56 പേരുടെ വിവരങ്ങളാണ് നമുക്ക് ഔദ്യോഗികമായി ലഭിച്ചവരല്ല. എന്നാലും 56 പേരുടെ വിവരങ്ങളാണ് നമുക്ക് സ്ഥിരീകരിച്ച് പറയാൻ കഴിയുന്നത്. അത്രയും പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരം എന്തായാലും നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാൻ പറ്റും. അതിനപ്പുറത്തേക്ക് സംഖ്യ പോയിട്ടുണ്ട് എന്നുള്ളത് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് പ്രാദേശികമായി ഓരോ ആശുപത്രികളിലെയും കണക്കുകൾ കൂടി എടുത്ത് കൃത്യമായിട്ടാണ് അത് ഈ ഏതെങ്കിലും ഒരു പ്രത്യേക അതോറിറ്റി, ഏതെങ്കിലും ഒരു മന്ത്രാലയമാണ് അതിന്റെ കണക്ക് പൂർണ്ണമായും നൽകേണ്ടത്.
നിലവിൽ ഇപ്പോൾ എംബസി വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ പ്രതിരോധ മന്ത്രാലയം വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പ്രതിരോധ മന്ത്രാലയം ഈ പരിക്കേറ്റവരുടെ കണക്കുകളിലേക്ക് കടന്നു ചെന്നുള്ള റിപ്പോർട്ടിംഗ് ഒന്നും തന്നെ, അല്ലെങ്കിൽ അത്തരത്തിലൊരു വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്ത് വിട്ടിട്ടില്ല. പക്ഷേ ആശുപത്രിയിൽ കഴിയുന്നവരുടെ എണ്ണം വെച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വെച്ച് 56-ലധികം പേർ എന്തായാലും ഇപ്പോൾ ചികിത്സയിൽ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ തന്നെ 6 പേരുടെ നില ഗുരുതരം എന്നുള്ളതാണ്. അതിൽ തന്നെ ഇന്ത്യക്കാരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലും വരുന്ന വിവരം. ഇതിൽ പാസഞ്ചേഴ്സും ഒപ്പം തന്നെ ജീവനക്കാരും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്ന വിവരം 63 പേർക്കാണ് നിലവിൽ പരിക്കേറ്റിരിക്കുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പറയുന്നു. അപകടത്തിന്റെ ഒരു വ്യാപ്തി, ആക്രമണത്തിന്റെ വ്യാപ്തി, ആളുകൾക്ക് പരിക്കേറ്റവരുടെ എണ്ണം അതൊക്കെയും ഇങ്ങനെ കൂടുകയാണ്. ഏറ്റവും സ്ഥിരീകരിച്ച് പറയാൻ കഴിയുന്ന കണക്ക് 63 എന്നുള്ളതായി ഏറ്റവും ഒടുവിൽ ഉയർന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് നേരത്തെ ലഭിച്ച വിവരത്തിന് അപ്പുറത്തേക്ക് 7 പേർ കൂടി ആശുപത്രിയിൽ ഉണ്ട് എന്നുള്ള വിവരം പുറത്തു വരികയാണ്. അത് ഒരുപക്ഷെ ഇന്ത്യക്കാരുടെ എണ്ണം കൂടി കൂട്ടിയേക്കാം എന്നുള്ളത് ആശങ്ക ഉയർത്തുന്ന വിവരമാണ്. അത് ഏതാണ്ട് 1-ാം ടെർമിനലായിരുന്നു, തിരക്കുള്ള സമയമായിരുന്നു, ജീവനക്കാരുള്ള സമയം, പാസഞ്ചേഴ്സ് ഉള്ള സമയം. അവിടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. 63 പേർക്കാണ് നിലവിൽ പരിക്കേറ്റിരിക്കുന്നത്. ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. കൊല്ലപ്പെട്ടത് ഇന്ത്യക്കാരനാണ്. ഉന്മേഷ്. മുഹമ്മദ് റഹീസാണ് വിശദാംശങ്ങൾ നൽകിയത് ഇപ്പോൾ ദുബായിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.